ഫാഷൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോണ കുറച്ച് വിശേഷങ്ങൾ ഇതിൽ കാണിക്കാം കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിലെ പൂക്കളാണ്. പിന്നെ ഇത് എൻ്റെ വീട്ടിലെ നെല്ലിമരാട്ടോ. അതുമ്മ നന്നായിട്ട് അരിനെല്ലിക്ക ഉണ്ടായിട്ടുണ്ട്. ഇന്നാണിത് ഞാൻ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ സന്തോഷമായിട്ടാണ്. കുഞ്ഞീത് ആയിട്ട് വരണുള്ളൂ. വലുതാവണമെങ്കിൽ ഇനി കുറച്ച് നാൾ കൂടി പിടിക്കും. വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ ഉപ്പിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ മക്കൾ കണ്ടിട്ടില്ല. കണ്ടു വെച്ചെങ്കിൽ ഇത് ഒരെണ്ണം പോലും മരത്തമ്മ ഉണ്ടാവില്ല, ഒക്കെ തല്ലി കുഴിച്ചിടും. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ അടുക്കളയ്ക്ക് പോയപ്പോൾ അമ്മ കുറച്ച് തേങ്ങ ചെരുകി തരാൻ പറഞ്ഞു കേട്ടോ, പുട്ടുണ്ടാക്കാൻ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പുട്ടാണ് ചായക്ക്. പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കടലക്കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടെടുത്തിട്ട് വേഗം ചായ കുടിച്ചു. എന്നിട്ട് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. പണി വേറെ ഒന്നല്ല, ഇതാണ് ഇടിച്ചൊക്കെ നന്നാക്കാണ്ടായിരുന്നു. ഇന്ന് പോണ കാരണം തന്നെ വേഗം തന്നെ പണികളൊക്കെ കഴിക്കണം. എന്നിട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കണം. കുറച്ച് നാളായി ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട്. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി കൊടുത്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചാൽ പിന്നെ അമ്മയ്ക്ക് എളുപ്പം വെക്കാലോ. ഇനി ബാക്കിയൊക്കെ അമ്മ ചെയ്തോളൂ കേട്ടോ. അപ്പം അമ്മ ചക്ക വേവിക്കാൻ പോവാണ്. കുക്കറിലിട്ടിട്ട് ഒരു അടി അടിച്ചാൽ അത് വേവും. അപ്പം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ പിച്ചി ഇങ്ങനെ ഉലർത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെയാണ് ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഇത് മൂപ്പിക്കണ മണം വന്നപ്പോൾ തന്നെ എനിക്ക് ചോറുണ്ണാൻ തോന്നിയിട്ടാണ്. ഈ ചക്കപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മൂത്ത് വന്നപ്പോൾ അമ്മ ചക്ക അതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചു. പിന്നെ ചാറ് കറിക്കുന്ന മാമ്പഴ പുളിശ്ശേരി കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. രണ്ട് കറികളും എനിക്കിഷ്ടമാണ്. പോണ കാരണം തോന്നുന്നു ഇന്നത്തെ സ്പെഷ്യലാണ് ഇത് രണ്ടും. അപ്പോൾ അടുക്കളത്തെ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ പിള്ളേർ വീടിൻ്റെ അപ്പുറത്ത് പുഴയാണ്, അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരെ വിളിക്കാൻ പോയി ഭക്ഷണം കഴിക്കാനായിട്ട്. അവർക്ക് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. പുഴയുടെ നിന്ന് കളിക്കുകയാണ്. വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ 2 മക്കളും പിന്നെ എൻ്റെ അമ്മായിയുടെ മോൻ്റെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷനായ കാരണം എല്ലാ പിള്ളേരും ഉണ്ട്. അപ്പോൾ അവർക്ക് കളിച്ച് മതിയായിട്ടില്ല, കുറച്ച് നേരം കൂടി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ, നല്ല കാറ്റും. അപ്പോൾ പിന്നെ ഒരുവിധം കുറച്ച് നേരമൊക്കെ ആയപ്പോൾ പിന്നെ അവരെ വിളിച്ചുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. അതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം 3 മണിയായിട്ട് 3 മണി പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഏതായാലും ഇത് മുറിച്ച് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് മുറിക്കട്ടാ. അപ്പോൾ അതുവിനാണെച്ചെങ്കിൽ ചക്ക നല്ല ഇഷ്ടമാണ്. ചക്ക കണ്ട സന്തോഷമാണിത്. എന്താ ചക്ക കൊണ്ട് ടാറ്റൊക്കെ തരുന്നുണ്ട്. ചക്കയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള ചക്ക. മഴ പെയ്ത കാരണം ഇത്രയ്ക്ക് ടേസ്റ്റിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ വീട്ടിൽ ചക്കയും മാങ്ങിയൊന്നും ഇല്ല കേട്ടോ, അടുത്ത വീട്ടിൽ നിന്ന് തരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ വലിയ ചുളകളായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അമ്മ കഴിക്കണമുണ്ട്, പറിക്കണമുണ്ട്. ഞങ്ങൾക്കുള്ളത് ഉമ്മർത്തിക്ക് ഒരു പാത്രത്തിൽ കൊടുന്നു തന്നു കേട്ടോ. അപ്പോൾ അതും ഞാനും അച്ഛനൊക്കെ കഴിക്കണം. ദച്ചുവാണെങ്കിൽ തറവാട്ടിക്ക് കളിക്കാൻ പോയിക്കോട്ടെ. അവന് ചക്കയും ഒന്നും വേണ്ട. അപ്പം അവനെ വിളിക്കാനായിട്ട് ഞാനും തറവാട്ടിക്ക് പോയി. അപ്പോഴും മൂപ്പര് വരണം ഉദ്ദേശമൊന്നുമില്ല. നല്ല സൈക്കിൾ ചവിട്ടാ. ഇവിടെ വന്നിട്ടാട്ടോ അവൻ സൈക്കിൾ ചവിട്ട് പഠിച്ചത്. അപ്പം നല്ല മഴക്കാറും വെക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പിള്ളേരെ വിളിച്ച് യാത്ര ചെയ്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ. ഓട്ടോറിക്ഷയിലാണ് പോവാറ്. അച്ഛനാണ് ഞങ്ങളെ എന്നും കൊണ്ടാക്കി തരിക. ഇവിടേക്ക് നിൽക്കാൻ വന്നാൽ പിന്നെ പോകുമ്പോൾ അച്ഛനാണ് ഞങ്ങളെ കൊണ്ടാക്കി തരാറ് കേട്ടോ. ഉണ്ണികളൊക്കെ വണ്ടിയിലിരുന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ പകുതി എത്തിയപ്പോൾ അച്ഛൻ ഇറങ്ങിയത് വേറെ ഒന്നിനല്ല, ഉണ്ണികൾക്ക് പലഹാരങ്ങൾ മേടിക്കാനായിട്ടാ. ഇത് ഞങ്ങൾ ഓട്ടോറിക്ഷ ചേട്ടനായിട്ടാ, സൂര്യേട്ടെ. ഈ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ ഇന്നും പോവാറ്. ഇതൊക്കെയാണ് അച്ഛൻ ഉണ്ണികൾക്ക് മേടിച്ച പലഹാരങ്ങൾ. പിന്നെ ഒരു സഞ്ചി മാങ്ങ അമ്മാമ്മയുടെ വക ഓട്ടോറിക്ഷയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഡ്രസ്സും സാധനങ്ങളാണ്. അപ്പം പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. പിന്നെ ഇത് വീടെത്തി. ഇതാണ് ഞങ്ങളെ വീട്. അപ്പോൾ അരിക്കണ വെള്ള ടീഷർട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാട്ടാ. ആള് ഗൾഫിലാണ്, ഇപ്പോൾ നാട്ടിലേക്ക് ലീവിന് വന്നേക്കാട്ടാ. അപ്പോൾ ചേച്ചി അച്ഛനെ കണ്ടപ്പോൾ കസാരയൊക്കെ ഇട്ട് ഇടുന്നുണ്ട്, ഇരിക്കാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾക്കും ചെറിയൊരു ചമ്മലുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി വെള്ളം കലക്കാൻ അകത്തേക്ക് പോന്നു. അപ്പം ഞാൻ
ഇത് നമ്മളെ കണ്ണനാട്ടാ, ചേട്ടൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ്. ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ അറിയാത്ത പോലെയാണ്, മറന്നു തോന്നുന്നു. അപ്പോൾ അവനായിട്ട് വെറുതെ കളിപ്പിക്കാൻ പോയി. അപ്പോഴേക്കിനും വെള്ളമൊക്കെ റെഡിയായി. എന്നോട് കൊണ്ടുകൊടുക്കാൻ പറയട്ടെ ചേച്ചിക്ക് ചമ്മൽ. ഇത് പച്ച ഷർട്ട് ഇട്ടത് ഞങ്ങളുടെ അച്ഛനാട്ടാ. അച്ഛനും ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വഴിയെ വീഡിയോ വരുന്നതായിരിക്കും. കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം അങ്ങനെ വെള്ളം കുടിക്കട്ടെ. അതുവിന് വെള്ളം വേണം എന്നിട്ട് അച്ഛൻ്റെ അടുത്തിരുന്ന് കുടിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളെ അമ്മ ഞങ്ങൾ വരുമ്പോൾ കുളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് വിശേഷങ്ങൾ പറയാൻ വന്നു. അച്ഛനും അത് അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛന് വേഗം വേറൊരു സ്ഥലത്തേക്കും കൂടി പോവാണ്ട്, അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതുവിന് അച്ചാച്ചൻ പോവാന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ചാച്ചനും മോനും അങ്ങോട്ട് കൊണ്ടും ടാറ്റ കൊടുത്തിട്ട് നിൽക്കുകയാണ്. ലച്ചുവിന് പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ പോയി അവിടെ ഹാപ്പി ആയിട്ടിരിക്കും, ഇവിടെ വന്ന് ഇവിടെ ഹാപ്പി, അങ്ങനെ ഒരു മൈൻഡ് ആയിട്ട് അവന്. അപ്പോൾ അച്ചാച്ചൻ പോണത് അതും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതേ അച്ഛൻ പോകണുണ്ട്. അപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ വന്നു. കുറച്ച് ദിവസം അവിടെ ഇരുന്നല്ലോ. ആ സങ്കടം മാറ്റാനായിട്ട് ഞങ്ങളെ അടുത്തുള്ളൊരു അമ്മായിയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അമ്മായിയുടെ വീട്ടിലാണെച്ചെങ്കിൽ ഒരുപാട് കൃഷികളുണ്ട്. കൃഷിയൊക്കെ ബാക്കിലാട്ട, പച്ചക്കറികൾ. അമ്മായിയുടെ പച്ചക്കറി കൃഷിയൊക്കെ ഒരു ദിവസം വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് കേട്ടോ. കുറേ പൂക്കളുണ്ടായിരുന്നു. കുറേ പൂക്കളൊക്കെ പോയിട്ടാ, അങ്ങനെ നശിച്ചു പോയി. പലതരം പൂക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങളവിടെ നിന്ന് കൊടുന്നിട്ടാണ് ഞങ്ങളവിടെയൊക്കെ വെക്കാറ്. അപ്പോൾ ഉള്ള പൂക്കളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. അമ്മായിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് കേട്ടോ. ഞങ്ങൾ വന്നത് ചക്ക ഇടാനാട്ടാ. അപ്പോൾ പിള്ളേർ ഇവിടെ വണ്ടിയും ഇരുന്നിട്ട് ഗെയിം കളിക്കും. ഇവർക്ക് ഏത് നേരം തന്നെ പണി. അപ്പം കണ്ണെ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുകയാണ്. അതും കാലും എന്തോ കുത്തിന്ന് പറഞ്ഞിട്ട് ഇരുന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിപ്പോൾ വീഴൂട്ടാ. വീണിട്ട് വലിയ കാര്യമൊന്നും പറ്റിയൊന്നുമില്ല, എന്തോ സ്ലിപ്പായിട്ട് വീണതാണ്. അപ്പം അമ്മായി ചീത്ത അറിയുന്നുണ്ട്, ശ്രദ്ധിക്കാണ്ടല്ലേ, കുറുമ്പ് കൂടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത അറിയുന്നുണ്ട്. ആ താപ്പിന് ചേട്ടൻ കോണിയൊക്കെ വെച്ച് പ്ലാവുമ്മ കയറിയിട്ട് ചക്ക നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വറക്കാനാണ് ചക്ക. അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ളത് കിട്ടി. 3 ചക്ക ഇട്ടു. അപ്പോൾ അത് ഞങ്ങൾ എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വറക്കാനാട്ടാ. അപ്പോൾ കുറച്ച് മാങ്ങയും തന്നു അമ്മായി. അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചു. ഇത്രയുള്ള വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ.